ബിലാൽ, താങ്കളുടെ കണ്ണ് ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിച്ചു. അതിന് മാത്രം എന്ത് തെറ്റാണ് താങ്കൾ ചെയ്തത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതാ ഈ പറയുന്ന പോലീസുകാർക്കും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയത്തില്ല. അത് 2022 ജൂൺ മാസം 13 ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള CP മാത്യുവിന്റെ വാഹനം തുറവൂർ ടൗണിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് 2022 ജൂൺ 14 അതായത് പിറ്റേ ദിവസം ഈ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ടൗൺ ചുറ്റിയുള്ള പ്രകടനം നടന്നത്. ആ പ്രകടനത്തിലാണ് ഞാൻ പങ്കെടുത്തത്. അത് പോലീസിനെതിരെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലായിരുന്നു പ്രകടനം, അല്ലെങ്കിൽ അത് CPMന്റെ പാർട്ടി ഓഫീസിലേക്കും അല്ലായിരുന്നു പ്രകടനം. അതൊരു പ്രതിഷേധ സൂചകമായിട്ട് ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പ്രകടനം സംഘടിപ്പിച്ചത്. എന്നാൽ ആ പ്രകടനത്തിന്റെ സ്വാഭാവികമായിട്ട് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ആക്രമിക്കുമ്പോൾ സാധാരണ എല്ലാ പാർട്ടിയിൽ നിന്നും വരുന്നത് പോലെ ഒരു വയലൻസ് ചെറിയ തോതിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞു പോയ LDFന്റെ തകർത്തിരുന്നു. അങ്ങനെ ഒരു CPMന്റെ കൊടിമരം യൂത്ത് കോൺഗ്രസിന്റെ ഒരു 100-ന് മുകളിൽ പ്രവർത്തകർ പങ്കെടുത്തിരുന്ന ഒരു പ്രകടനമായിരുന്നു. പിന്നിൽ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് ഒരു CPMന്റെ കൊടിമരം ബിലാൽ ഒരു നിമിഷം ഈ സൂമിൽ മറ്റൊരു ബിലാൽ ഒരു നിമിഷം ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. ഈ സൂമിൽ മറ്റൊരാൾ കൂടി കയറുന്നുണ്ട്. ദയവേത് സംസാരിക്കാതെ ഇരിക്കുക പ്ലീസ്. താങ്കൾ സംസാരിക്കുന്നത് ഇദ്ദേഹം പറയുന്നതിനെ തടസ്സമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദയവേത് സംസാരിക്കാതെ ഇരിക്കുക. ബിലാൽ, താങ്കൾക്ക് തുടരാം. അങ്ങനെ ഒരു CPMന്റെ കൊടിമരം കോൺഗ്രസിന്റെ പ്രവർത്തകര് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെ പോലീസ് അവരുമായി തർക്കത്തിലുണ്ടായി. ആ തർക്കം തീർക്കുന്നതിന് വേണ്ടി മുന്നിലുണ്ടായിരുന്ന ഞാൻ പിന്നിലേക്ക് പോകുമ്പോഴാണ് ഒരു പ്രകോപനവും കൂടാതെ ആദ്യത്തെ ലാത്തി കൊണ്ടുള്ള അടി എന്റെ ഇടത് കണ്ണിൽ കൊണ്ടത്. അങ്ങനെ അടി കിട്ടി, കണ്ണ് പൊട്ടി, കാഴ്ചയില്ലാത്ത സാഹചര്യത്തില് ഒരാളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള മാനസികാവസ്ഥ നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഒരു ജീവിതം തന്നെ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉള്ളത്. അങ്ങനെ കണ്ണ് പൊത്തി തിരിഞ്ഞപ്പോ തലക്കിഴടിച്ചു. തലയ്ക്ക് 6 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും തിരിഞ്ഞപ്പോ പുറം നമ്മുടെ ശരീരമാസകലം പോലീസ് വളരെ ക്രൂരമായി അടിച്ചിരുന്നു. അങ്ങനെ എന്റെ സഹപ്രവർത്തകര് ഒരു വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സാഹചര്യത്തില് പുറത്തോട്ട് കിടന്ന കാലിന് പോലും പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഒരു പോലീസ് ഒരു CPMന്റെ ഒരു ഗുണ്ടാ സംഘത്തെ പോലെ പെരുമാറുന്നതായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. CPMന്റെ വിടുപണി ചെയ്യുന്ന പോലീസ്. നോക്കൂ, അതിനുശേഷം താങ്കൾ പരാതി കൊടുത്തല്ലോ. ആ പരാതിയിൽ ഒരു നടപടിയോ ആയിട്ടില്ലല്ലേ ഇതുവരെയായിട്ടും? ഞാൻ അതിന് ഒരു 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടർന്നു. ആ സമയത്ത് എന്റെ സഹോദരൻ മുഖേനയാണ് പോലീസിനെയും അതുപോലെ തന്നെ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയെയും മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ സമീപിച്ചത്. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസ് എടുത്തു. പക്ഷെ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയാണ് കേസ് എടുത്തത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്നോട് പറഞ്ഞത് ഇത് മറ്റൊരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവര് വിട്ടു. പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയിൽ ഉണ്ടായിരുന്ന കേസ് ഏകദേശം 3 വർഷത്തോളം ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അതിന്റെ ഒടുവിലാണ് കഴിഞ്ഞ മാർച്ച് 20 ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയത്. അതായത് ഇടുക്കി AR ക്യാമ്പിലെ പോലീസുകാരനായിട്ടുള്ള അജിൻ TD ആണ് ലാത്തി കൊണ്ട് താങ്കളുടെ കണ്ണടിച്ച് പൊട്ടിച്ചത് അല്ലേ? അതെങ്ങനെ കണ്ടെത്തിയതാണ്? ദൃശ്യങ്ങൾ അന്ന് കിട്ടിയിരുന്നു? അന്ന് അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ വീഡിയോ ഫുട്ടേജ് എല്ലാം വെച്ചാണ് നമ്മള്, പിന്നെ സാക്ഷി എന്നോടൊപ്പം എന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന 3ഓളം പേര് സാക്ഷികളെ നമ്മള് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയുടെ മുൻപാകെ ഹാജരാക്കി. അവരുടെയൊക്കെ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മാർച്ച് മാസം ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇറങ്ങിയത്. ഈ പോലീസ് 8ഓളം പ്രതികൾ ഈ കേസിൽ 8ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 7ാമത്തെ പ്രതിയായ അജിൻ TD ആണ് കണ്ണിനടിച്ച് പരിക്കേൽപ്പിച്ചതും കണ്ണിന്റെ കാഴ്ച പോവാൻ സാഹചര്യം ഒരുക്കിയതും. അപ്പൊ അയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്
ഇടുക്കി SP-ക്കും എറണാകുളം DIG-ക്കും പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി ഈ ഓർഡർ ഇറക്കിയത്. അത് എന്നെ 2 തവണ ഇടുക്കി SP ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തു. പക്ഷെ അതിനുശേഷം യാതൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ അവർ സ്വീകരിച്ചില്ല. ഈ ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. കർശനമായിട്ടുള്ള നടപടി. ഇയാള് കുറ്റക്കാരനായി കണ്ടെത്തി അയാൾക്കെതിരെ അജിത് ലീഡി എന്ന് പറയുന്ന അന്നത്തെ ഇടുക്കി AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഓർഡറിൽ പറയുന്നത്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇയാൾ എവിടെയുണ്ട് ഇപ്പോ? ഈ അജിൻ എവിടെയുണ്ട് ഇപ്പോ? ഇപ്പോഴും AR ക്യാമ്പ് തന്നെയാണോ? അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് ഒന്ന് CBI-യിലേക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടിയെന്ന് പോയിരുന്നു. ഞങ്ങള് ഒരു 10-15ഓളം സിറ്റിങ്ങുകളിൽ നേരിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഏതോ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണുള്ളത്. ആ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാം. അല്ല, ഈ പിന്നീട് നേരിട്ട് കണ്ട സമയത്ത് കുറ്റബോധം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നോ? ചെയ്തത് തെറ്റായിപ്പോയി എന്നെങ്കിലും തുറന്നു പറഞ്ഞിരുന്നോ താങ്കളോട്? കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും അദ്ദേഹത്തിന്റെ മുഖത്തോ എന്നോട് ചെയ്തത് തെറ്റായി പോയെന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള ചില നേതാക്കന്മാരൊക്കെ ആയിട്ട് അദ്ദേഹം ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബക്കാര് എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. ഓക്കെ ബിലാൽ, എന്തായാലും 1 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണം, ഈ അജിനെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിട്ടിട്ടും ഇതുവരെയായും നടപടിയെടുത്തില്ല. താങ്കളുടെ മൊഴി ഇടുക്കി SP രേഖപ്പെടുത്തി, പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ കാക്കി സ്നേഹം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യെസ്, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിഷയം നമുക്ക് ടേക്കപ്പ് ചെയ്യണം. ബിലാൽ ഞങ്ങൾ കൂടെയുണ്ട്.